വൻ സൈനിക നീക്കങ്ങൾ നടത്തിയാൽ പോലും ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ പുറത്താക്കാൻ സാധിക്കില്ല എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. US നാഷണൽ ഇന്റലിജൻസ് കൗൺസിൽ തയ്യാറാക്കിയ രഹസ്യ റിപ്പോർട്ടിലാണ് ഈ വിലയിരുത്തലുകൾ ഉള്ളതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ ഭരണ നേതൃത്വം കൊല്ലപ്പെട്ടാൽ പോലും ഭരണം നിലനിർത്തുന്നതിനായി കൃത്യമായ പ്രോട്ടോക്കോളുകൾ രാജ്യം രൂപീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കൂടാതെ ഇറാനിലുള്ള വിഘടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ ഗ്രൂപ്പുകൾക്ക് അധികാരം പിടിച്ചെടുക്കാനുള്ള ശേഷിയില്ല എന്നും റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുമുണ്ട്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതും. ഇറാനിലെ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളും നാവികസേനയും തകർക്കുക, ആണവായുധങ്ങൾ നേടുന്നത് തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു ഓപ്പറേഷൻ എപ്പിക് ഫൂറി എന്ന പേരിൽ വൈറ്റ് ഹൌസ് സൈനിക നീക്കം ശക്തമായിരിക്കെയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഈ കണ്ടെത്തലുകളും പുറത്തുവരുന്നത്. അതേസമയം ഇറാൻ ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ പരമാധികാരിയായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ മകൻ മുജ്തബ ഖമനേയിയെ അടുത്ത നേതാവാക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും തനിക്ക് താൽപര്യമുള്ള ഒരാളെ ഭരണത്തലപ്പത്ത് കൊണ്ടുവരണമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ നീക്കത്തെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ശക്തമായി എതിർത്തു. ഇറാന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഇറാനിലെ ജനങ്ങളായിരിക്കുമെന്നും പുറത്തുനിന്നുള്ളവരായിരിക്കില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചതിന് പിന്നാലെ ഇറാൻ പശ്ചിമേഷ്യയിലെ തോറ്റ കക്ഷിയാണെന്ന് ട്രംപ് പരിഹസിച്ചിരുന്നു. ഇറാന്റെ നിരുപാധികമായ കീഴടങ്ങൾ മാത്രമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക പോംവഴിയെന്നും ട്രംപ് ആവർത്തിച്ചു. ഇറാനുമായുള്ള യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചേർന്നെടുക്കുന്ന സംയുക്ത തീരുമാനമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഫെബ്രുവരി 28-ന് നടന്ന അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മകൻ മുജ്തബ അധികാരം ഏറ്റെടുക്കുകയായിരുന്നു. ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കുടുംബവാഴ്ചയ്ക്ക് സമാനമായ രീതിയിൽ അധികാര കൈമാറ്റം നടക്കുന്നതും. ഇതിനെതിരെ ഇറാനിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ സൈനികമായി ഭരണമാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ട്രംപ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായി മുജ്തബ ഖമനേയിയെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ ടെഹ്റാനിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനേയിക്ക് പകരക്കാരനായാണ് 56-കാരനായ മുജ്തബ പരമോന്നത നേതാവാകുന്നത്. മുജ്തബയുടെ നിയമനം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ ടെഹ്റാനിലെ എഗ്ബദാൻ പരിസരത്ത് വീടുകളുടെ ജനാലകളിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുവെന്നാണ് റിപ്പോർട്ട്. മുജ്തബയ്ക്ക് മരണമെന്ന് പേർഷ്യൻ ഭാഷയിൽ വിളിക്കുന്ന 17 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. ഇറാനിലെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സ് ഞായറാഴ്ചയാണ് മുജ്തബയെ തിരഞ്ഞെടുക്കുന്നത്. പരമോന്നത നേതാവായി അദ്ദേഹത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാനിലെ വിപ്ലവ പാരമ്പര്യത്തിന് വിരുദ്ധമായി അധികാരം പിതാവിൽ നിന്ന് മകനിലേക്ക് കൈമാറുന്നതിനെ ജനങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗം എതിർക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.